കരാറുകാർ പണം വാങ്ങി പാതി വഴിയിൽ ഉപേക്ഷിച്ച വീടുകൾ അനവധിയുണ്ട് വയനാട്ടിലെ ആദിവാസി മേഖലയിൽ. പുൽപ്പള്ളി, കൊളവള്ളി, അംബേദ്കർ, ഉന്നതിയിലേതും സമാനമായ കാഴ്ചയാണ്. വീട് നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ച് കരാറുകാർ കടന്നു കളഞ്ഞിട്ട് വർഷങ്ങളായിരിക്കും. കുറേ വർഷങ്ങളായി പണി ഇങ്ങനെ ഇട്ടേച്ച് പോയിട്ട്. മഴ പെയ്യുമ്പോൾ തന്നെ ഭയങ്കര കഷ്ടപ്പാടാണ്. ഇതൊക്കെ നനഞ്ഞ് ഇതൊക്കെ ആവും. ഞങ്ങൾ കുറേ പോയി പഞ്ചായത്തിലൊക്കെ പോയി ശരിയാക്കാൻ വേണ്ടി കുറേ നടന്നു, എന്നിട്ടും ശരിയായില്ല. അംബേദ്കർ ഉന്നതിയിലെ ജാനുവും 3 മക്കളും കഴിയുന്നത് ഇവിടെയാണ്. ടാർപ്പായ മറച്ചുകെട്ടിയ ഒരു കൂര. ഈ കൂരയ്ക്ക് മുന്നിൽ കാണാം പാതി വഴിയിൽ നിർമ്മാണം നിലച്ച വീട്. കരാറുകാർ പണം വാങ്ങി പറ്റിച്ചതെന്ന് പറയുന്നുണ്ട് ഇവർ. പാതിയായി നിൽക്കുന്ന വീടിന്റെ മുൻഭാഗം ആട്ടിൻകൂടാണ്. തൊട്ടടുത്ത് നഞ്ചണ്ണന്റെ വീട് കാണാം. വീടിനുള്ളിൽ പുല്ല് പടർന്നിരിക്കുന്നു. ചുവർ വിണ്ട് വീഴാറായിരിക്കുന്നു. മകൻ കുടകിൽ കൃഷിപ്പണിക്കായി പോയതാണ്. അതിനാൽ ഒറ്റയ്ക്കാണ് നഞ്ചണ്ണൻ. ഈ ഷീറ്റ് വലിച്ചു കെട്ടിയ കുഞ്ഞു കൂരയിലാണ് ഉറക്കം. പണ്ട് വന്നിട്ട് എന്താ ഇതിനടുത്തുള്ള 8 വീടുകൾ ഈ വിധമാണ്. പട്ടികവർഗ വകുപ്പിന്റെ ഫണ്ടുകളും ത്രിതല പഞ്ചായത്ത് ഫണ്ടുകളുമാണ് ഇങ്ങനെ വെട്ടിച്ചിരിക്കുന്നതെന്ന് ആരോപണമുണ്ട്. വീട് പാസ്സാകുന്നതിന് മുമ്പ് തന്നെ ആർക്കാണോ വീട് വരാൻ സാധ്യത എന്ന് കരാറുകാർ മനസ്സിലാക്കി, വർക്കെടുക്കുന്ന ആൾ മനസ്സിലാക്കി, അവരുടെ മുഴുവൻ രേഖകളും അവർ കൈവശപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികളെ സംബന്ധിച്ച് നേരിട്ട് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട, അതായത് ഉന്നതിയിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഇവിടെയുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്താൽ പോലും അതിന് കൃത്യമായ രേഖയില്ലാത്തത് കൊണ്ട് തന്നെ അവർക്കൊരു നടപടി എടുക്കാൻ പറ്റുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അംബേദ്കർ ഉന്നതിയിലെ മാത്രം അനുഭവമല്ല ഇത്. കബളിപ്പിക്കലിന് വിധേയരായ ഒട്ടനവധി ഗോത്ര കുടുംബങ്ങൾ വയനാട്ടിലെ ഉന്നതികളിലുണ്ട്. പാതിയിൽ നിൽക്കുന്ന വീടുകൾ അംബേദ്കർ ഉന്നതിയിലെ മാത്രം അനുഭവമല്ല. മറ്റ് പല ഗോത്രമേഖലയിലും ഇത്തരം കാഴ്ചകൾ കാണാം. ഗൗരവതരമായ അന്വേഷണമാണ് ഉണ്ടാകേണ്ടത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.